ഇനി അടുത്തതായിട്ട് മറ്റൊരു വേജ് പേയ്മെന്റ് സിസ്റ്റമാണ് മെറിക്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം. ഈ മെറിക്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ടെയ്ലറുടെ ഡിഫറൻഷ്യൽ പീസ് റേറ്റിന്റെ തന്നെ ചെറിയ ഒരു മോഡിഫിക്കേഷൻ ആണ്. ടെയ്ലറിന്റെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞത്, അതിലെങ്ങനെയാണോ പ്രോബ്ലം ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഈ മെറിക്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റും ചെയ്യുന്നത്. ഇപ്പൊ ടെയ്ലറുടെ കേസിൽ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ആദ്യം വേണ്ടത് പീസ് റേറ്റ് എത്രയാണെന്ന് കാണണം. രണ്ടാമത് ആ പീസ് റേറ്റിന്റെ 80% 120% എത്രയാണെന്ന് കണ്ടുപിടിക്കണമായിരുന്നു. എന്നിട്ട് സ്റ്റാൻഡേർഡ് ടൈമിൽ അല്ലെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിൽ താഴെയാണെങ്കിൽ പീസ് റേറ്റിന്റെ 80% ഒരു യൂണിറ്റിന് കൂലി വെച്ച് കൊടുക്കും. സ്റ്റാൻഡേർഡിൽ കൂടുതലാണെങ്കിൽ, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിൽ കൂടുതലാണെങ്കിൽ പീസ് റേറ്റിന്റെ 120% ഒരു യൂണിറ്റിന് കൂലി എന്നുള്ള കണക്കിൽ കൂലി കൊടുക്കും. അതായിരുന്നു നമ്മുടെ ടെയ്ലറുടെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ഇവിടെ മെറിക്കിന്റെ കേസ് വരുമ്പോഴും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ടെയ്ലറുടെ കേസിൽ ചെയ്തതുപോലെ നോർമൽ പീസ് റേറ്റ് എത്രയാണ് എന്ന് കാണണം. ഒന്ന്. രണ്ടാമത് ടെയ്ലറുടെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ രണ്ട് റേറ്റ് ആയിരുന്നു കാണുന്നത്, 80%, 120%. മെറിക്കിന്റെ കേസിൽ ഇവിടെ 3 റേറ്റ് കാണണം. ഒന്ന് 83%, കാരണം മെറിക്കിന്റെ റേറ്റിൽ കുറച്ചുകൂടെ എംപ്ലോയി ഫ്രണ്ട്ലി ആണ്, എംപ്ലോയീസിന് കുറച്ചുകൂടെ പൈസ കിട്ടാൻ വേണ്ടി 3 റേറ്റ് കണ്ടിട്ട് അതനുസരിച്ചാണ് പേയ്മെന്റ് നടത്തുന്നത്. അപ്പോ ആദ്യം 83% വരെ വർക്ക് ചെയ്തവർക്ക്, സ്റ്റാൻഡേർഡിന്റെ 83% വരെ വർക്ക് ചെയ്തവർക്ക് നോർമൽ പീസ് റേറ്റിൽ ഇവിടെ കൂലി കൊടുക്കും. മറ്റിടത്ത് നോർമൽ പീസ് റേറ്റ് എന്നൊരു പരിപാടിയേ ഇല്ലായിരുന്നു, അല്ലേ? 80% സ്റ്റാൻഡേർഡിൽ പണി ചെയ്തില്ല എങ്കിൽ, സ്റ്റാൻഡേർഡിന് താഴെയാണെങ്കിൽ 80% കൊടുക്കത്തുള്ളായിരുന്നു പീസ് റേറ്റിന്റെ. ഇവിടെ അങ്ങനല്ല, സ്റ്റാൻഡേർഡിന്റെ 83% വരെയെങ്കിലും ചെയ്തവർക്ക് നോർമൽ പീസ് റേറ്റിൽ കൂലി കൊടുക്കും. 83 മുതൽ 100% വരെ ചെയ്തവർക്ക്, സ്റ്റാൻഡേർഡിൽ അതായത് 83 മുതൽ 100% വരെ ചെയ്തവർക്ക്, അവർക്ക് പീസ് റേറ്റിന്റെ 110% ഒരു യൂണിറ്റിന് കൂലിയായിട്ട് കൊടുക്കുന്നത്. ഇനിയും 100% കൂടുതൽ, സ്റ്റാൻഡേർഡിന്റെ 100% കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കിയവർക്ക് 120% ഓഫ് നോർമൽ പീസ് റേറ്റ് ആണ് കൂലിയായിട്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ 3 റേറ്റ് ആണുള്ളത്. ടെയ്ലറുടെ കേസിൽ 80, 120 ആയിരുന്നു. ഇവിടെ 83, 83% നോർമൽ പീസ് റേറ്റ് കൊടുക്കും. 83 മുതൽ 100% വരെ ഉള്ളവർക്ക് 110% കൂലി കൊടുക്കും. 100%-ൽ കൂടുതലുള്ളവർക്ക് 120% കൂലി കൊടുക്കും. അപ്പോൾ ഈ ഒരു ഭാഗം കാണാതെ പഠിച്ചു വെക്കുക. ടെയ്ലറുടെ കേസിലും മെറിക്കിന്റെ കേസിലും ഈ 3 റേറ്റ് ഇവിടെ കാണാതെ പഠിച്ചു വെക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ 83% വരെ നോർമൽ പീസ് റേറ്റ്, 83 മുതൽ 100 വരെ 110%, 100-ന് മുകളിലാണെങ്കിൽ 120% ഓഫ് നോർമൽ പീസ് റേറ്റ്. ഇതാണ് അതിന്റെ കൂലി. ഇനി നമുക്ക് ചെയ്യുന്ന കഴിഞ്ഞ പ്രോബ്ലം പോലെ തന്നെ, ടെയ്ലറുടെ പോലെ തന്നെയാണ്. ഇപ്പോൾ ഒരു പ്രോബ്ലം നോക്കാം നമുക്ക്. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ദ ഏർണിംഗ്സ് ഓഫ് വർക്കേഴ്സ് അണ്ടർ മെറിക്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം. നമുക്ക് തന്നിരിക്കുന്ന വിവരങ്ങൾ, നോർമൽ പീസ് റേറ്റ് എന്ന് പറയുന്നത് 10 per യൂണിറ്റ്. ഒരു യൂണിറ്റിന് 10 രൂപയാണ് നോർമൽ പീസ് റേറ്റ്. ദെൻ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ 100 units per day ഓഫ് 8 hours. 8 മണിക്കൂർ കൊണ്ട് 100 യൂണിറ്റ് ഉണ്ടാക്കണം. അതാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്നത്. 8 മണിക്കൂറാണ് ഒരു ദിവസം ജോലി ചെയ്യേണ്ടത്.
ആ 8 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ 100 യൂണിറ്റ് സാധനങ്ങൾ ഇദ്ദേഹം നിർമ്മിക്കണം. അപ്പോൾ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 100 ആണ്. ഇവിടെ 100 യൂണിറ്റ് ആണ്. നോർമൽ കൊടുക്കുന്ന കൂലി 10 രൂപ. പിന്നെ 3 വർക്കേഴ്സിന്റെ പെർഫോമൻസ് വന്നിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്ന ആള് 80 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. വൈ 95 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ഇസഡ് 110 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു ആ ദിവസം. ഇവർക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന കൂലി എത്രയായിരിക്കും? ഇവിടെ പറയുന്നത് സ്റ്റാൻഡേർഡിന്റെ 83% വരെ ഔട്ട്പുട്ട് കിട്ടിയവർക്ക് നോർമൽ പീസ് റേറ്റിൽ കൂലി കൊടുക്കും. സ്റ്റാൻഡേർഡിന്റെ 83 മുതൽ 100% വരെ, അതായത് 83% മുതൽ സ്റ്റാൻഡേർഡ് എത്രയാണോ അത്രയും വരെ ഔട്ട്പുട്ട് കിട്ടിയവർക്ക് 110% ഓഫ് നോർമൽ പീസ് റേറ്റിൽ കൂലി കൊടുക്കും. 100% കൂടുതൽ ഔട്ട്പുട്ട് കിട്ടിയവർക്ക് സ്റ്റാൻഡേർഡിന്റെ 120% കൂലിയായിട്ട് കൊടുക്കും. 120% ഓഫ് നോർമൽ പീസ് റേറ്റ്. അപ്പോൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 100 യൂണിറ്റ് ആണ് സ്റ്റാൻഡേർഡ്. നോർമൽ പീസ് റേറ്റ് എന്ന് പറയുന്നത് 10 രൂപ. ഇതാണ് 3 പേർക്കും ഉണ്ടായ പ്രൊഡക്ഷൻ. ഇനി ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ എക്സിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 80 യൂണിറ്റ് ആയിരുന്നു. 80 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് അപ്പോൾ എത്ര ശതമാനം പ്രൊഡക്ഷൻ അച്ചീവ് ചെയ്തു എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 80 യൂണിറ്റ് എന്ന് പറയുന്നത് 100 ആണ് സ്റ്റാൻഡേർഡ്. അപ്പോൾ 80 യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര ശതമാനമാണ് എന്ന് നോക്കണം. സ്റ്റാൻഡേർഡിന്റെ എത്ര ശതമാനമാണ് 80 എന്ന് പറയുന്നത്? അപ്പോൾ 80 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100 അല്ലെ? 80 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 80% ആണ് എക്സിന്റെ പെർഫോമൻസിന്റെ ശതമാനം. 80% എക്സ് പണിയെടുത്തത്. എക്സിന്റെ പെർഫോമൻസ് ലെവൽ എന്ന് പറയുന്നത് 80% ആണ്. ഇനി വൈയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 95 യൂണിറ്റ് ആയിരുന്നു. അതിനെ ശതമാനമാക്കുമ്പോൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇവിടെ 100 ആണ്. അപ്പോൾ 95 എന്ന് പറയുന്നത് എത്ര ശതമാനമാണ് എന്ന് നോക്കുമ്പോൾ 95 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് 100 ഇൻറ്റു 100 അല്ലെ? 95 എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 100 ഇൻറ്റു 100. അപ്പോൾ 95% വൈയുടെ പെർഫോമൻസ് ലെവൽ. ഇസഡ് 110 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. സ്റ്റാൻഡേർഡ് 100 ആണ്. അപ്പോൾ ഇസഡിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഇൻറ്റു 100. 110 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100 110%. അപ്പോൾ എക്സിന് 80% പെർഫോമൻസ്, വൈയുടെ 95% പെർഫോമൻസ്, ഇസഡിന് 110% പെർഫോമൻസ്. ഇനി നോർമൽ പീസ് റേറ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടായിരുന്നു 10 രൂപ പെർ യൂണിറ്റ് ആണ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഈ പ്ലാൻ അനുസരിച്ച് ഓരോരുത്തർക്കും കിട്ടുന്ന പൈസ എത്രയാണെന്ന് നോക്കാം. ആ പ്ലാനിൽ പറഞ്ഞിരിക്കുന്നത് 83% വരെയാണെങ്കിൽ നോർമൽ പീസ് റേറ്റിൽ കൂലി കൊടുക്കും അല്ലെ? എക്സിന്റെ പെർഫോമൻസ് നോക്കുക, 80% ഉള്ളൂ. 83 ഇല്ല, 83 കൂടുതലില്ല, 83 താഴെയാണ്, 80%. അപ്പൊ 83 വരെ ഉള്ളവർക്ക് നോർമൽ പീസ് റേറ്റ് കൊടുക്കും. അപ്പൊ എക്സിന്റെ 80% ഉള്ളൂ. അപ്പൊ എക്സിന് കിട്ടുന്ന കൂലി എന്ന് പറയുന്നത് as efficiency of x is less than 83%, he will be paid at normal piece rate. നോർമൽ പീസ് റേറ്റിലായിരിക്കും അയാൾക്ക് പൈസ കൊടുക്കുക. അപ്പൊ എക്സിന് കിട്ടുന്നത് 80% ആയതുകൊണ്ട് എക്സിന് നോർമൽ പീസ് റേറ്റിലായിരിക്കും പൈസ കിട്ടുക. എക്സിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 80 യൂണിറ്റ് ആണ്. ആ 80 യൂണിറ്റിൽ ഒരു യൂണിറ്റിന് 10 രൂപ വെച്ച് 800 രൂപ, അതായത് ഇദ്ദേഹത്തിന് ചെയ്ത ജോലിക്ക് നോർമൽ പീസ് റേറ്റിൽ കൂലി കിട്ടും. അപ്പൊ 80 യൂണിറ്റ് അയാൾ ഉണ്ടാക്കി, അദ്ദേഹത്തിന് ഒരു യൂണിറ്റിന് 10 രൂപ വെച്ച് 800 രൂപ അദ്ദേഹത്തിന് കിട്ടും. ഓക്കെ. ഇനി വൈക്ക് കിട്ടുന്ന കൂലി, വൈയുടെ പെർഫോമൻസ് 95% ആയിരുന്നു. മെറിക്ക് പറഞ്ഞിരിക്കുന്നത് 83% മുതൽ 100% വരെ പണിയെടുക്കുന്നവർക്ക് എന്താണ് സ്റ്റാൻഡേർഡ് പീസ് റേറ്റിന്റെ 110% കൂലി കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ വൈയെ സംബന്ധിച്ച് വൈയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് 83-ൽ കൂടുതലും 100-ൽ താഴെയുമാണ്. അപ്പോൾ വൈക്ക് അദ്ദേഹത്തിന് കിട്ടേണ്ട പീസ് റേറ്റ് എന്ന് പറയുന്ന 10 രൂപയാണ്. അതിന്റെ 110% കൂലിയായിട്ട് കിട്ടും. പീസ് റേറ്റിന്റെ 110% എന്ന് പറയുന്നത് 10 രൂപയുടെ 110% എത്രയാണെന്ന് നോക്കണം. 10 × 110/100 എന്ന് പറയുമ്പോൾ 11 രൂപയെന്ന് വരും. അപ്പോൾ വൈക്ക് കൂലി കിട്ടുന്നത് ആസ് വൈസ് പെർഫോമൻസ് ഈസ് above 83% and below the standard of 100%, then he will get a piece rate at 95. He will get wages at 95% of piece rate. He will get wages at 110% of normal piece rate. വൈയുടെ ഞാൻ ഒന്നുകൂടെ പറയാം. മെറിക്കിന്റെ കേസിൽ മെറിക്കിന്റെ 3 സിസ്റ്റമാണുള്ളത്. ഒന്ന് 83-ൽ താഴെയാണെങ്കിൽ നോർമൽ പീസ് റേറ്റ് കൊടുക്കും. 83 മുതൽ 100 വരെ 110 പീസ് റേറ്റിന്റെ 110% കൊടുക്കും. 100-ൽ കൂടുതലാണെങ്കിൽ പീസ് റേറ്റിന്റെ 120% ആണ് കൂലിയായിട്ട് കൊടുക്കുന്നത്. വൈയുടെ കേസിൽ വൈയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് 95%. 95% എന്ന് പറയുന്നത് 83-നും 100-നും ഇടയ്ക്ക് വരും അല്ലെ. 83-നും 100-നും ഇടയ്ക്ക് വരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് പീസ് റേറ്റിന്റെ 110% കൂലിയായിട്ട് കൊടുക്കണം അല്ലെ. 83-നും 100-നും ഇടയ്ക്ക് വരുന്നതുകൊണ്ട് 110% കൂലിയായിട്ട് കൊടുക്കണം. ഇനി അപ്പൊ അദ്ദേഹത്തിന് കിട്ടുന്ന കൂലി എന്ന് പറയുന്നത് 110% എത്ര നമ്മൾ കണ്ടുപിടിച്ചു. 10-ന്റെ 110% 11 രൂപയാണ്. അപ്പൊ അദ്ദേഹം ജോലി ചെയ്ത് അദ്ദേഹം 95 യൂണിറ്റ് ആണ് വൈ ഉണ്ടാക്കിയത്. അപ്പൊ 95 യൂണിറ്റിന് ഇൻറ്റു 11 രൂപ 1045 രൂപയാണ് അദ്ദേഹത്തിന് കിട്ടുക. 95 യൂണിറ്റ്സ്, ഒരു യൂണിറ്റിന് 11 രൂപ വെച്ച് 1045 രൂപ കിട്ടും. ഇനി ഇസഡിന്റെ കേസിൽ എന്ന് പറയുന്നത്, ഇസഡിന്റെ കേസിൽ നമ്മൾ പിന്നെ മെറിക്കിന്റെ റേറ്റിൽ അടുത്തതെന്ന് പറയുന്നത് 100%-ൽ കൂടുതൽ സ്റ്റാൻഡേർഡിൽ കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ അവർക്ക് സ്റ്റാൻഡേർഡിന്റെ പീസ് റേറ്റിന്റെ 120% കൂലിയായിട്ട് കൊടുക്കും. ഇവിടെ മൂന്നാമത്തെ ആളിന് ഇസഡിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു 110% ഇസഡിന്റെ പെർഫോമൻസ്. അപ്പൊ 100%-ൽ കൂടുതൽ പെർഫോമൻസ് ഉള്ളവർക്ക് പീസ് റേറ്റിന്റെ 120% കൂലിയായിട്ട് കൊടുക്കും. അപ്പൊ ഇസഡിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് 100%-ൽ കൂടുതലാണ്. കാരണം ഇസഡ് 110 യൂണിറ്റ് ഉണ്ടാക്കി. ഇസഡ് 110 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു യൂണിറ്റിന് സ്റ്റാൻഡേർഡ് പീസ് റേറ്റിന്റെ 120% കൂലിയായിട്ട് കൊടുക്കും. അപ്പോൾ സ്റ്റാൻഡേർഡ് റേറ്റിന്റെ 120% എത്രയാണ് എന്ന് ആദ്യം കാണണം. സ്റ്റാൻഡേർഡ് റേറ്റ് 10 രൂപയാണ്. അതിന്റെ 120% എന്ന് പറയുന്നത് 10 × 120/100 12 രൂപ. ഇസഡിന് കൂലി കൊടുക്കുന്നത് ഒരു യൂണിറ്റിന് 12 രൂപ ക്രമത്തിലാണ്. ഇസഡിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 110 യൂണിറ്റ് ആണ്. ആ 110 യൂണിറ്റില് ഒരു യൂണിറ്റിന് 12 രൂപ വെച്ച് കൂലി കൊടുക്കും. 110 × 12 1320. ഇങ്ങനെയാണ് ഈ മെറിക്കിന്റെ മൾട്ടിപ്പിൾ പീസ് റേറ്റ് രീതി വെച്ച് കണക്ക് ചെയ്യുന്നത്. ഇനി അതുപോലെ ഒരു സെയിം തന്നെ ഒരെണ്ണം കൂടെ തന്നിട്ടുണ്ട്. ABC 3 വർക്കേഴ്സ് ഉണ്ട്. അവർക്ക് സ്ട്രെയിറ്റ് പീസ് റേറ്റ് സിസ്റ്റം അനുസരിച്ചും മെറിക്കിന്റെ പീസ് റേറ്റ് സിസ്റ്റം അനുസരിച്ചും എത്രയൊക്കെ കൂലി കിട്ടും എന്ന് കണ്ടുപിടിക്കണം. നോർമൽ റേറ്റ് പെർ അവർ 5 രൂപ 40 പൈസ. സ്റ്റാൻഡേർഡ് ടൈം പെർ യൂണിറ്റ്, ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ 1 മിനിറ്റ് എടുക്കണം. 1 മിനിറ്റ് എടുക്കാം. ഇതാണ് സ്റ്റാൻഡേർഡ്. 1 മിനിറ്റിൽ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ഒരു മണിക്കൂറിൽ 5 രൂപ 40 പൈസ കൂലിയായിട്ട് കൊടുക്കും. പിന്നെ പറയുന്ന A 390 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, B 450, C 600 യൂണിറ്റ്. ഒരു ദിവസം 8 മണിക്കൂർ ജോലി ചെയ്യണം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ടൈലർ ആണെങ്കിലും മെറിക്കാണെങ്കിലും ആരാണെങ്കിലും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പീസ് റേറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഒരു പീസ് ഉണ്ടാക്കാൻ എത്ര രൂപ കൂലി കൊടുക്കും, എന്നാലേ നമുക്ക് അതിന്റെ 80%, 83%, 110% ഒക്കെ കൂലി എത്ര വെച്ച് കൊടുക്കണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആദ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പീസ് റേറ്റ് എത്രയാണെന്ന് നോക്കണം.
അപ്പോൾ പീസ് റേറ്റ് എത്രയാണെന്ന് നോക്കിയേ. ഒരു മിനിറ്റിൽ ഒരു യൂണിറ്റ് ഉണ്ടാക്കണം. ഒരു മണിക്കൂറിന് 5 രൂപ 40 പൈസ കിട്ടും. അപ്പോൾ ഒരു യൂണിറ്റിന് എത്ര പൈസയാണ് കൂലി എന്ന് നോക്കുക. ഒരു മിനിറ്റ് എന്ന് പറയുന്നത് ഒരു മണിക്കൂർ എന്ന് പറയുന്നത്, ഒരു മണിക്കൂറിന് 5 രൂപ 40 പൈസ കൂലി അല്ലേ. ഒരു മിനിറ്റിൽ ഒരു യൂണിറ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഒരു മണിക്കൂറിൽ ഇദ്ദേഹം എത്ര യൂണിറ്റ് ഉണ്ടാക്കണം ചിന്തിച്ചു നോക്കിയേ. ഒരു മിനിറ്റിൽ ഒരു യൂണിറ്റ് ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറിൽ എത്ര യൂണിറ്റ് ഉണ്ടാക്കണം? ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. അപ്പോൾ 60 മിനിറ്റിൽ ഇദ്ദേഹം എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കുമോ അതിന് കൊടുക്കുന്ന കൂലിയാണ് 5 രൂപ 40 പൈസ. ഒരു മിനിറ്റിൽ ഒരു യൂണിറ്റ് ഔട്ട്പുട്ട് ഉണ്ടാക്കണം. അപ്പോൾ 60 മിനിറ്റിൽ 60 യൂണിറ്റ് ഔട്ട്പുട്ട് ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ ഒരു മണിക്കൂറിൽ 60 യൂണിറ്റ് ആണ് അവിടെ ഒരു എംപ്ലോയി പ്രൊഡ്യൂസ് ചെയ്യേണ്ട യൂണിറ്റ്. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരു മണിക്കൂറിൽ 60 യൂണിറ്റ്. കാരണം ഒരു മിനിറ്റ് ഒരു യൂണിറ്റ്, ഒരു മണിക്കൂറിൽ 60 യൂണിറ്റ്. ആ 60 യൂണിറ്റ് സാധനം ഉണ്ടാക്കുന്നതിന് 5 രൂപ 40 പൈസയാണ് കിട്ടുക. അപ്പോൾ ഒരു യൂണിറ്റിന് എത്ര പൈസ കൂലി കിട്ടും എന്ന് നോക്കുക. 5 രൂപ 40 പൈസ ഡിവൈഡഡ് ബൈ 60. അപ്പോൾ 5 രൂപ 40 പൈസ ഡിവൈഡഡ് ബൈ 60 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 9 പൈസ എന്ന് വരും. 9 പൈസയാണ് നോർമൽ പീസ് റേറ്റ് എന്ന് പറയുന്നത്. ഇത് കിട്ടി എങ്ങനെയാണ് ഇവിടെ പറയുന്ന സ്റ്റാൻഡേർഡ് ടൈം പെർ യൂണിറ്റ് 1 മിനിറ്റ് ആണ്. ഔട്ട്പുട്ട് പെർ അവർ 60 യൂണിറ്റ്. അപ്പോൾ ഒരു ദിവസം അല്ലെ ഒരു മണിക്കൂറിൽ ഉണ്ടാക്കേണ്ട ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ ഒരെണ്ണം വെച്ച് ഒരു മണിക്കൂറിൽ 60 യൂണിറ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഒരു യൂണിറ്റിന് കിട്ടുന്ന കാശ് ഒരു മണിക്കൂറിൽ 5 രൂപ 40 പൈസ കൂലി കിട്ടും. 5 രൂപ 40 പൈസ കൂലിക്ക് 60 യൂണിറ്റ് സാധനം ഉണ്ടാക്കണം. അപ്പോൾ ഒരു യൂണിറ്റിന് കാശെന്ന് പറയുന്നത് 5 രൂപ 40 പൈസ ഡിവൈഡഡ് ബൈ 60 സമം 9 പൈസ. 9 പൈസ എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ്. പിന്നെ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വെക്കേണ്ടത് മെറിക്കിന്റെ ഈ പീസ് റേറ്റ് സിസ്റ്റം വെച്ച് 3% അവിടെ വരുന്നുണ്ട്. 83%. 83% വരെയാണ് പെർഫോമൻസ് എങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റിൽ കൊടുക്കും. പിന്നെയോ 83% മുതൽ 100% വരെയാണ് പെർഫോമൻസ് എങ്കിൽ 110% കൂലി കൊടുക്കും. പിന്നെ 100%ത്തിൽ കൂടുതലാണെങ്കിൽ 120% കൂലി കൊടുക്കും. അതാണ് മെറിക്കിന്റെ സിസ്റ്റത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ കാണേണ്ടത് നോർമൽ പീസ് റേറ്റ്, അത് 83 താഴെയാണെങ്കിൽ എത്ര വെച്ച് കൂലി കൊടുക്കും, അത് നോർമൽ പീസ് റേറ്റിൽ കൊടുക്കും. അത് കണ്ടുപിടിച്ചു, 9 പൈസ. അടുത്തത് 83 മുതൽ 100 വരെയാണ് ഒരാളുടെ പെർഫോമൻസ് എങ്കിൽ അയാൾക്ക് 110% കൂലിയായിട്ട് കൊടുക്കും. അപ്പോൾ 110% അങ്ങനെ ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ 110% എത്രയാണ് എന്ന് ആദ്യമേ കണ്ടുപിടിച്ച് വെക്കണം. 9 പൈസയുടെ 110%. 9 പൈസയുടെ 110% എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 110 എന്ന് വരും. അപ്പോൾ അത് വരുമ്പോൾ പോയിന്റ് 0.099 എന്ന് വരും. ഇത് വേണമെങ്കിൽ റൗണ്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ എടുക്കാം. 0.0099 നിങ്ങൾക്ക് കാൽക്കുലേറ്ററൊക്കെ ഉപയോഗിക്കാമല്ലോ.
അപ്പോൾ 0.099 എന്ന് വരും. അടുത്തത് 120% എന്ന് പറയുമ്പോൾ 9 പൈസയുടെ 120% മാത്രമാണ് നോക്കണം. 9 പൈസ ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 120 എന്ന് പറയുമ്പോൾ 11 പൈസ എന്ന് റൗണ്ട് ചെയ്യണ്ട, 0.1008 ഇത് വരും. 0.1008 1008 അല്ല, സോറി, 0.108 എന്ന് വരും. ഇനി അടുത്തായിട്ട് ഇവർക്ക് കിട്ടുന്ന കൂലി എത്രയാണ് എന്ന് നോക്കുക. ഈ റേറ്റിൽ കൊടുത്താൽ മതി. അപ്പോൾ 83 താഴെയാണെങ്കിൽ 9 പൈസ വെച്ച് 183 മുതൽ 100 വരെയാണ് പെർഫോമൻസ് എങ്കിൽ ഈ റേറ്റ് വെച്ച്, 100ൽ കൂടുതലാണെങ്കിൽ ഈ റേറ്റ് വെച്ച്, ഇങ്ങനെയാണ് കൂലി കൊടുക്കുന്നത്. ഇനി എയുടേത് എ പ്രൊഡ്യൂസ് ചെയ്തത് 390 യൂണിറ്റ് ആയിരുന്നു. 390 എന്ന് പറയുന്നത് എത്ര ശതമാനമാണ് എന്ന് നോക്കണം. അപ്പോൾ ഒരു മിനിറ്റിൽ 1 മണിക്കൂറിൽ 60 യൂണിറ്റ് ആയിരുന്നു ഉണ്ടാക്കേണ്ടത് അല്ലേ. പിന്നെ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത് ഒരു ദിവസം 8 മണിക്കൂർ ജോലി ചെയ്യണം എന്നാണ് പറഞ്ഞത്. 1 യൂണിറ്റ് 1 മിനിറ്റിൽ ഉണ്ടാക്കണം. അപ്പോൾ 1 മണിക്കൂറിൽ 60 യൂണിറ്റ് ഉണ്ടാക്കണം. ഒരു ദിവസം 8 മണിക്കൂർ ജോലി. അപ്പോൾ 8 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് ആലോചിച്ച് നോക്കണം. 1 മണിക്കൂറിൽ 60 യൂണിറ്റ്. അപ്പോൾ 8 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ 60 × 8 480 യൂണിറ്റ് വേണം ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 480 യൂണിറ്റ് ആണ്. ഇനി ചെയ്യേണ്ടത് ഇദ്ദേഹം എത്ര ശതമാനം ഇവർ ഓരോരുത്തരും ഔട്ട്പുട്ട് ഉണ്ടാക്കി എന്ന് നോക്കണം. എന്ന് പറയുന്ന ആള് 390 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. 390 എന്ന് പറയുമ്പോൾ എത്ര ശതമാനമാണെന്ന് നോക്കണം. 390 എന്ന് പറയുമ്പോൾ 390 ഡിവൈഡഡ് ബൈ 480 ഗുണം 100 എന്ന് പറയുമ്പോൾ അത് 81.4%. പിന്നെ ബിയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു 450 യൂണിറ്റ്. അത് എത്ര ശതമാനമാണെന്ന് നോക്കണം. 450 ഡിവൈഡഡ് ബൈ 480 ഗുണം 100 93.75%. സിയുടെ ഔട്ട്പുട്ട് 600 യൂണിറ്റ് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരുന്നത്. അതിന്റെ ശതമാനം കാണാൻ 600 ഡിവൈഡഡ് ബൈ 480 ഗുണം 100 125%. ഇനി എക്ക് കിട്ടിയ എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ട് എന്താണ്, 83% താഴെ പെർഫോമൻസ് ഉള്ളവർക്ക് നോർമൽ റേറ്റിൽ കൂലി കൊടുക്കും. നോർമൽ റേറ്റ് 9 പൈസയായിരുന്നു. എയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 81% ഉള്ളൂ, 83-ൽ താഴെയാണ്. അപ്പോൾ എക്ക് കൊടുക്കുന്ന കൂലി നോർമൽ റേറ്റിലാണ്. എ ഉണ്ടാക്കിയ 390 യൂണിറ്റിന് 390 ഇൻറ്റു 0.09 35 രൂപ 10 പൈസ കൂലിയായിട്ട് കൊടുക്കും. ബിക്ക് കിട്ടുന്ന കൂലി, ബിയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 93.7% ആയിരുന്നു. 83 മുതൽ 100 വരെ ഔട്ട്പുട്ട് ഉള്ളവർക്ക് 110% കൂലിയായിട്ട് കൊടുക്കും. അപ്പോൾ ബിക്ക് 110% കൂലി റേറ്റിലാണ് കൂലി കൊടുക്കേണ്ടത്. കാരണം ബിയുടെ ഔട്ട്പുട്ട് 83-ൽ കൂടുതലും 100-ൽ താഴെയുമായിരുന്നു. അപ്പോൾ ബിക്ക് കൊടുക്കേണ്ടത് 110% എന്നുള്ള ക്രമത്തിലാണ്. ബിക്ക് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത്, അദ്ദേഹം ജോലി ചെയ്ത് 450 യൂണിറ്റ് ആണ്. 450 ഗുണം 110% എത്ര നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, 0.099. 450 ഗുണം 0.099 എന്ന് പറയുമ്പോൾ 44 രൂപ 55 പൈസ എന്ന് വരും. അടുത്തത് സിയുടെ പെർഫോമൻസ് ലെവൽ 125%. 100% കൂടുതൽ പെർഫോം ചെയ്യുന്നവർക്ക് 120% കൂലി കൊടുക്കാൻ പറയുന്നത്. 120% എത്രയാണെന്ന് നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 120% എന്ന് പറയുന്നത് കൂലി എന്ന് പറയുന്നത് 0.108 ആണ്. അപ്പോൾ സിയുടെ ഔട്ട്പുട്ട് 600 ആയതുകൊണ്ട്
അദ്ദേഹത്തിന് 0.108, അതായത് 125% ഔട്ട്പുട്ട്, അദ്ദേഹം 100-ൽ കൂടുതൽ കൂലി സ്റ്റാൻഡേർഡിൽ കൂടുതലായിരുന്നു പെർഫോമൻസ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് 120% കൂലി കൊടുക്കും. അപ്പോൾ ഒരു യൂണിറ്റിന് 120% കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 0.108. അപ്പോൾ 600 യൂണിറ്റിന് അദ്ദേഹത്തിന് കൊടുക്കേണ്ട കൂലി 64 രൂപ 80 പൈസ. ഇങ്ങനെയാണ് ഈ മെറിക്കിന്റെ പീസ് റേറ്റ് സിസ്റ്റം ചെയ്യുന്നത്. അപ്പോൾ ടൈലറുടെ ചെയ്യാനും മെറിക്കിന്റെ ചെയ്യാനും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ അതിന്റെ രണ്ടിന്റെയും ടൈലറുടെ കേസിൽ 80% ഒരു റേറ്റ് എന്നും, ടൈലറുടെ കേസിൽ സ്റ്റാൻഡേർഡിൽ താഴെയുള്ളവർക്ക് 80% കൂലിയെന്നും സ്റ്റാൻഡേർഡിൽ കൂടുതലുള്ളവർക്ക് 120% കൂലി എന്നുള്ളതും എവിടെയെങ്കിലും എഴുതി വെച്ച് കാണാൻ പഠിച്ച് വെക്കണം. അവിടെ 2 സ്ലാബേ ഉള്ളൂ. മെറിക്കിന്റെ കേസിൽ 3 സ്ലാബ് വരും. മെറിക്കിന്റെ കേസിൽ വരുന്ന 3 സ്ലാബുകളും ഇതുപോലെ നമ്മളെവിടെയെങ്കിലും എഴുതി നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. മെറിക്കിന്റെ കേസിൽ വരുന്ന 3 സ്ലാബ് എന്ന് പറയുന്നത് 83% പെർഫോമൻസ് ഉള്ളവർക്ക് നോർമൽ, 83 മുതൽ 100 വരെ ഉള്ളവർക്ക് 110% കൂലി, 100-ൽ കൂടുതലുള്ളവർക്ക് 120%. അപ്പോൾ ഇത് കാണാതെ പഠിച്ച് വെക്കുക. എന്നിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ് പീസ് റേറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. രണ്ടാമത് ചെയ്യേണ്ടത് 83% ആണെങ്കിൽ എത്ര കൂലി, 83 മുതൽ 100 വരെ ഉള്ളവർക്ക് എത്ര ആണെങ്കിൽ എത്ര കൂലി എത്ര, 100-ൽ കൂടുതലുള്ളവർക്ക് കൂലി എത്ര എന്നുള്ള ആ കൂലി സ്റ്റാൻഡേർഡ് പീസ് റേറ്റിന്റെ അനുസരിച്ച് കൂലി എത്രയാണെന്നും കണ്ടുപിടിക്കണം. അതിനുശേഷം വേണം കണക്ക് ചെയ്യാൻ വേണ്ടി.